PM ശ്രീയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്ത അടിയന്തര പ്രമേയമാണെന്നും മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതിയെന്നുമാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിയമസഭയിൽ നിലപാടെടുത്തത്. ഉപസമിതി തീരുമാനം വരുന്നതിന് മുമ്പ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ശരിയല്ല. കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വ അജണ്ടകളോട് കോൺഗ്രസിനും ലീഗിനുമുള്ള നിലപാട് വ്യക്തമാണ്. നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ലെന്നും N. ഷംസുദ്ദീൻ സഭയിൽ പറഞ്ഞു. ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് ഒരു 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് പിന്മാറാനുള്ള ഏക അധികാരവും അവകാശവും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. നിങ്ങൾ ഈ എന്താ പറയാ കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു. നിങ്ങൾ പറയട്ടെ, കഴുത്തും കത്തിയും കൂടി അവിടെ കൊടുത്തു കേന്ദ്രത്തിന്. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താണ്. അതിന്റെ മലയാളം ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. പൊതു താല്പര്യം മുൻനിർത്തി 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകി, സർ ബേളം വെക്കല്ലെന്ന് പറയും, മുൻകൂർ നോട്ടീസ് നൽകി ഈ കരാർ റദ്ദാക്കാനോ അവസാനിപ്പിക്കാനോ കേന്ദ്ര സർക്കാരിനു മാത്രം അവകാശം നിക്ഷിപ്തമായിരിക്കുന്നു. റിസർവ്സ് ഇതാണ് സാർ ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. ഇതാണ് ഇടതുപക്ഷം ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥ. നിങ്ങൾ തുടങ്ങി വെച്ച ആ സംഗതി, നിങ്ങൾ ഒപ്പിട്ട് പ്രതിസന്ധിയിലാക്കിയ ആ സംഗതിയിൽ ഞങ്ങളൊരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്യാബിനറ്റ് ആ ഉപസമിതിയുടെ തീരുമാനങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോ പ്രമേയ അവതാരകനോ അവകാശമില്ല. കാരണം ഊഹങ്ങളുടെ പേരിൽ റൂൾ 50 നിൽക്കില്ല. കാരണം ഊഹമാണ്. ഇവിടെ ഈ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചോ? അപ്പോ ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞങ്ങളെ ഇതിന്റെ ആളുകളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർത്തും പറയാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഹിന്ദുത്വ അജണ്ടകളോടുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDF-ന്റെയും നിലപാടുകൾ സുവ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരണത്തിനും ചരിത്രം വളച്ചൊടിക്കുന്നതിനും വക്രീകരിക്കുന്നതിനുമെതിരെ ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. ഇനിയും ആ നിലപാടിൽ അണുവിട വ്യത്യാസമുണ്ടാകില്ല. അതുകൊണ്ട് ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവെക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് പറയാൻ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവായ ഷംസുദ്ദീന് കഴിയുന്നില്ല എന്നതാണ് നോട്ടീസ് നൽകിയ P. പ്രസാദിന്റെ ചോദ്യം. 2026 മെയ് 8 കേന്ദ്രം നൽകിയ കത്തിനെക്കുറിച്ച് ഷംസുദ്ദീൻ മിണ്ടുന്നില്ല. പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആ കത്തിൽ കേന്ദ്രം തന്നെ പറയുന്നുവെന്നും P. പ്രസാദ് പറയും. PM ശ്രീ പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയും എല്ലാം നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24 എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? I would request you to take necessary steps for early implementation of the PMC scheme in the state without any further delay in the larger interest of providing quality education of the children of the state. 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. നോക്കൂ, അവിടെയാണ് 24 ഏതോ ഒരു കത്ത്, റാണി ജോർജിന്റെ കത്ത് കൊണ്ടുവന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വീണ്ടും പറയുന്നു, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ്
അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിനകത്ത് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റും കൊടുക്കുന്നിടത്ത് എന്തിനാണ് ശ്രീ ഷംസുദ്ദീൻ PMCയുടെ അംബാസഡറായിട്ട്